ഞാൻ ഒരുപാട് ദൈവദോഷം ചെയ്തിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് അനാഥയാക്കി കളഞ്ഞത്? എടാ നിന്നെ കളിയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രിയങ്കയോട് ചോദിച്ചാ അത് നീ വിശ്വസിക്കാൻ പാടുണ്ടോ? അല്ല, നീ വിശ്വസിക്കാൻ പാടുണ്ടോ? അമ്മേ, എടാ നീ പറയുന്ന കണിമംഗലം ഉണ്ടല്ലോ, എന്റെ കണ്ണീര് വീണ മണ്ണ, എന്റെ മോളുടെ സ്വപ്നങ്ങൾ തകർത്ത മണ്ണ. അവിടുത്തുകാര് പണത്തിന് ബുദ്ധിമുട്ടിയ ആ കുടുംബം മുടിഞ്ഞാലും അവര് നാട് മുഴുവൻ നടന്ന് തെണ്ടിയാലും എടാ ഞങ്ങൾക്കെന്താടാ? എന്റെ പേരിൽ കിട്ടിയ 25 കോടി രൂപയിൽ നിന്ന് 1 രൂപ കണിമംഗലത്തുകാർക്ക് തിരിച്ചു കൊടുക്കാന്ന് അച്ഛനും അമ്മയും വ്യാമോഹിക്കണ്ട. തരില്ല ഞാൻ. എടാ നിന്റെ മോളെ എന്ന് ഏറ്റെടുക്കാമെന്ന് അവര് തീരുമാനിച്ചോ, ഒന്നു തുടങ്ങി അവരുടെ നാശം. ഇനി ആ നാശം സമ്പൂർണമാകണം, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോടാ ദേവാ, കണിമംഗലം കുടുംബം നിന്ന് കത്തുന്നതേ നിനക്കും ഇവൾക്കും കാണേണ്ടി വരും. അവൻ കാല് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എടാ അവറ്റകളൊക്കെ കൂടി ചത്തുമലന്ന് കിടക്കുന്നതാ കാണേണ്ടത്. മുത്തശ്ശി, നമുക്ക് പോവാം. ആ പിന്നെ ഞങ്ങളൊരു പുതിയ കാറ് ബുക്ക് ചെയ്യുന്നുണ്ട്, അതൊന്ന് പോയി കാണണം. പിന്നെ സിനിമയുടെ ചില തിരക്കുകളുണ്ട്. അപ്പൊ എന്താ, ഇത്തരം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇനി മേലിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ സമയം നിങ്ങൾ കളയരുത്. എടാ ഒരു പണിയും ഇല്ലാത്ത നിന്നെ പോലെ അല്ല ഞങ്ങള്. ആ നീ വാടി മോളെ. അമ്മയോടെ നിൽക്കുക. ഈ കാണിച്ച അഹങ്കാരമൊന്നും ദൈവത്തിൽ എത്തില്ല എന്ന് കരുതുന്നുണ്ടോ? ഇതിനുള്ള ശിക്ഷ അമ്മ അനുഭവിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? നിന്റെ പൂജയും അവളുടെ പ്രാർത്ഥനയും കൂടി ആവുമ്പോഴേ ദൈവം എന്നെ പിടിച്ചങ്ങ് വിഴുങ്ങട്ടെ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ദൈവത്തിനോടെ ഈ സുകുമാരി സംസാരിച്ചോളാം. ഒന്ന് പോടാവുന്നത് പോളുവാ. എത്ര ഭംഗിയായിട്ടാ ദേവേട്ടാ അമ്മ നമ്മളെ പരിഹസിക്കുന്നത്. അഹങ്കരിക്കട്ടെ, കോടീശ്വരിയല്ലേ ഇപ്പോ. മോളുടെ അടുത്തൊന്ന് പോവാൻ പറ്റിയിരുന്നെങ്കിൽ. വേണ്ട അശോകെ, മനസ്സനുവദിക്കുന്നില്ല.
അമ്മയെ സ്വപ്നം കണ്ടു അല്ലേ? എന്താണോ ഇത്? ഒന്നുമില്ല വരുൺ, ഞാൻ ഒരുപാട് ദൈവദോഷം ചെയ്തിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് അനാഥയാക്കി കളഞ്ഞത്? അനാഥ എന്ന വിളിപ്പേരൊക്കെ ഒരുപാട് ചുമന്ന് നടന്നല്ലേ ഞാൻ. എന്നിട്ടും ദൈവത്തിനത് മതിയായില്ലെന്നാണോ? സത്യത്തിൽ ഇപ്പൊ ആരെയാ ശിക്ഷിച്ചേ? എന്നെയാണോ എന്റെ അമ്മയാണോ? എടോ രാധിക, താൻ വിഷമിക്കാതെ. അമ്മയെ കണ്ടെത്താത്തതിൽ തനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുൺ അതൊക്കെ പറയാൻ പറ്റും. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നും അല്ലല്ലോ. യാഥാർത്ഥ്യം അത് തന്നെയാ. ശ്യാമ മേഡത്തിന് തന്നെ വിട്ടിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും രണ്ടിടങ്ങളിലാക്കി ജീവിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണ. നിങ്ങളെ പരസ്പരം കണ്ടുമുട്ടിച്ചതും ഭഗവാനാ. പിന്നെ എങ്ങനെയാണോ ഇപ്പൊ പിരിക്കുന്നത്? ഭഗവാനിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടോ? എന്റെ സങ്കടം കൊണ്ടാ വരുൺ. അമ്മയ്ക്ക് എന്തൊരു സന്തോഷായിരുന്നു. കുറച്ചു കാലം കൂടി എന്റെ കൂടെ അമ്മയെ നിർത്തായിരുന്നില്ലേ? അമ്മ പറയുന്നത് അമ്മയുടെ ജാതകദോഷം കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ, എന്റെ ജന്മദോഷമല്ലേ പ്രശ്നം. ആവശ്യത്തിന് സങ്കടം മനസ്സിലുണ്ട്. ഇനിയിപ്പോ പുതുതായിട്ട് ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടാൻ നിൽക്കണ്ട. കരച്ചിൽ മതിയാക്ക്, എന്നിട്ട് ഉറങ്ങാൻ നോക്കൂ. ഇനി പറ്റില്ല വരുൺ. അതെ, പറ്റണം. പിടിച്ചു നിൽക്കാനായിട്ട് നമ്മളെ കൊണ്ടൊക്കെ പറ്റണം. കായൽക്കരയിൽ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ കാണാതെ പോയ ഒരാൾക്ക് വേണ്ടി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും എനിക്കറിയാം, നമുക്ക് മുന്നിൽ നിന്ന് കാണാതായ തൻ്റെ അമ്മ തിരിച്ചു വരും. ഉം? ഉം. Hey.